നമസ്കാരം. ജയശങ്കർ വള്ളുവനാട് മാട്രിമോണിയൽ ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന പെൺകുട്ടി ഹൃതിക എം. 31 വയസ്സ്, അടുത്ത മാസം 32 ആകും. ഉത്രം നക്ഷത്രം. ഒരു ദോഷം ജാതകത്തിൽ കാട്ടിയിട്ടുണ്ട്. മദ്രാസ് സ്കൂൾ ഓഫ് എക്കണോമിക്സ് MBA പാസ്സായിരിക്കുകയാണ് ചെന്നൈയിൽ. MTech ഉണ്ട്. MVJCE കോളേജിൽ നിന്നാണ് ബാംഗ്ലൂർ, അവിടെ നിന്നാണ് MTech. BTech CMRIT ബാംഗ്ലൂരിൽ നിന്നാണ്. ബിസിനസ് അനലിസ്റ്റായിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ബാംഗ്ലൂരിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അച്ഛൻ ചീഫ് മാനേജർ, പവർ ഗ്രിഡിൽ ചീഫ് മാനേജറായിട്ട് റിട്ടയർ ആയിട്ട് ഇരിക്കുന്ന സാറാണ്. അമ്മ പവർ ഗ്രിഡിൽ തന്നെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ബ്രദർ വന്നിട്ട് BTech അമൃത ബാംഗ്ലൂർ ക്യാമ്പസ് നിന്ന് പാസ്സായിട്ട് അവരും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇവരെല്ലാവരും ബാംഗ്ലൂർ സെറ്റിൽഡ് ഫാമിലിയാണ്. തീർച്ചയായിട്ടും താല്പര്യമുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വള്ളുവനാട് മാട്രിമോണിയലുമായിട്ട് ബന്ധപ്പെടാം. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ തരുന്നതായിരിക്കും. ഒരിക്കൽ കൂടെ ഹൃതിക എമ്മിനെ കുറിച്ച് ഞാൻ പറയാം. 31 വയസ്സ്, ഉത്ര നക്ഷത്രം, ഒരു ദോഷം ജാതകത്തിൽ കാട്ടിയിട്ടുണ്ട്. ഓറോസ്കോപ്പ് നിർബന്ധമല്ല എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമല്ല ഓറോസ്കോപ്പ് അവരെ സംബന്ധിച്ച്, ഒരു സെക്കൻഡറിയാണ്. ആ കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ MBA, MTech, BTech. ബിസിനസ് അനലിസ്റ്റായിട്ട് MNC ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ ചീഫ് മാനേജറായിട്ട് സെൻട്രൽ പബ്ലിക് സെക്ടർ യൂണിറ്റ് ആയ പവർ ഗ്രിഡിൽ നിന്ന് റിട്ടയർ ആയിട്ട് ഇരിക്കുകയാണ്. അമ്മ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പവർ ഗ്രിഡിൽ തന്നെ. ബ്രദർ BTech കഴിഞ്ഞിട്ട് അമൃത ക്യാമ്പസ്, ബാംഗ്ലൂർ അമൃത ക്യാമ്പസ് എന്നാണ് പാസ്സായിരിക്കുന്നത്. അവരും ബാംഗ്ലൂരിൽ തന്നെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഒരു ബാംഗ്ലൂർ സെറ്റിൽഡ് ഫാമിലിയാണ്. താല്പര്യമുള്ള ആൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ ഫർദർ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. എല്ലാ വീഡിയോകളിലും പറയുന്ന ഒരു 3-4 കാര്യങ്ങൾ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഈ സംഗതികൾ ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ വിവാഹത്തിന് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ടെൻഷനൊക്കെ ഒന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, വിവാഹപ്രായമെത്തിയ മകൻ അല്ലെങ്കിൽ മകളുമായി അച്ഛനമ്മമാർ നന്നായിട്ടൊന്ന് സംസാരിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ, വിവാഹത്തിനെ പറ്റിയ അവരുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർ പറയും ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ നന്നായി, ഇത്ര ഏജ് മതി, ഹൈറ്റ് ഇത്ര വേണം, വെയിറ്റ് ഇതിൽ കൂടരുത്, ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ടൊന്ന് സംസാരിക്കുക. ചിലപ്പോൾ ആ കുട്ടി അപ്പോഴായിരിക്കും പറയുന്നുണ്ടാവുക, എനിക്ക് ആൾറെഡി ഒരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ നോക്കണ്ടെന്നുള്ളത്. കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് വിവാഹപ്രായം എത്തിയ കുട്ടിയുമായിട്ട് ഒരു ഡിസ്കഷൻ. രണ്ടാമത്, നല്ല ഒരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, 2-3 വട്ടെങ്കിലും അതിരുന്ന് വായിച്ചു നോക്കണം. ഹൈറ്റ്, വെയിറ്റ്, നാള്, പഠിപ്പ്, ജോലി, എല്ലാ കാര്യവും അതിലുണ്ടാവണം. എന്നാൽ വല്ലാതൊരു വിവരണത്തിന് പോവാതിരിക്കുക നല്ലത്. ചെറുതായിട്ട്, പക്ഷെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യണം. അതിൽ കൃത്യമായിട്ട് വേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ജാതകത്തിനെ പറ്റി വളരെ കുറച്ച് എഴുതാൻ ശ്രമിക്കുക. 7 ചൊവ്വ, 8 ബുധൻ, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ വായിക്കുന്ന ആളുകൾക്ക് ഒരു
പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള വാചകങ്ങൾ ആവരുത്. കഴിയാവുന്നത്ര അത് കുറച്ച് എഴുതുക. ഈ രാഹുദോഷം, കുജദോഷം ഇങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ജനം പേടിച്ചു പോകും. ഇത് എന്തൊക്കെ ദോഷങ്ങളാണ്, അതുകൊണ്ട് ഇത് നോക്കണ്ട എന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതൊക്കെ കഴിയുന്നത്ര കുറച്ച് എഴുതുക. അടുത്തത് പ്രൊഫൈലിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എഡ്യൂക്കേഷൻ. സ്കൂളിംഗ് തൊട്ട് കോളേജ്, ഏത് സബ്ജക്റ്റ് ആയിരുന്നു, ഏത് കോളേജിലായിരുന്നു, PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഏത് കോളേജിലായിരുന്നു, എന്തായിരുന്നു സബ്ജക്റ്റ്, അങ്ങനെ എല്ലാ ഡീറ്റെയിലും എഡ്യൂക്കേഷൻ്റെ കാര്യമായിട്ട് തന്നെ എഴുതണം. അതിനുശേഷം ജോലി, എവിടെയാണ് ജോലി ചെയ്യുന്നത്, എത്ര വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്താണ് അവിടുത്തെ ഡെസിഗ്നേഷൻ, എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. ശമ്പളമൊക്കെ കൃത്യമായിട്ട് എഴുതണം. ടേക്ക് ഹോം സാലറി അല്ല സാലറി. നിങ്ങളുടെ ഓഫർ ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളതാണ് യഥാർത്ഥ സാലറി, അല്ലാണ്ട് കയ്യിൽ കെട്ടുന്ന സാലറി അല്ല. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതാൻ ശ്രമിക്കണം. വായിക്കുന്ന ആളുകൾക്ക്, അതായത് പെൺകുട്ടികളുടെ അച്ഛനായാലും ശരി, ആൺകുട്ടികളുടെ അച്ഛനായാലും ശരി, അത് വായിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും ഉണ്ട്, നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഉളവാക്കണം. അതിനുശേഷം ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്ന ദൈവിക സാന്നിധ്യമുള്ള നിങ്ങളുടെ കുടുംബത്തിലെ ആ ചൈതന്യത്തിനെ ഒന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കേണ്ടത് ആർക്കാണോ വിവാഹം നോക്കുന്ന വെച്ചാൽ ആ കുട്ടിയുടെ പേര് പറഞ്ഞ് എത്രയും പെട്ടെന്ന് ഒരു അനുയോജ്യമായ വിവാഹ ബന്ധം കിട്ടാൻ വേണ്ടി അനുഗ്രഹിക്കണം എന്നുള്ളതാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിനുശേഷം നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിനെ കണ്ടുപിടിക്കുക. അതാണ് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ജോബ്. ആരെയാണ് ഇന്നത്തെ കാലത്ത് വിശ്വസിക്കുക? അതൊരു ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും ഒരു 1-2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അവരെ സമീപിക്കുക. ഒരാളുടെ ശരിയായി എന്ന് വിചാരിച്ച് നിങ്ങളുടെ ശരിയായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ഈ ശരിയായ ആൾ ക്ഷണിക്കാൻ വരുമ്പോഴാവും നിങ്ങളോട് പറയുക, ഇവിടെ ഇങ്ങനെ ഒരു മാട്രിമോണിയൽ ഉണ്ട് കേട്ടോ, ഒറ്റപ്പാലത്ത് ഒരു മാട്രിമോണിയൽ ഉണ്ട്, വള്ളൂനാട് മാട്രിമോണിയൽ. നിങ്ങളത് കേട്ടപ്പോൾ അവിടെ വന്നിട്ട് ജോയിൻ ചെയ്യും. അവർക്ക് ശരിയായി, അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായിക്കോളെന്ന് ഒരു നിർബന്ധങ്ങളും ഇല്ല. അപ്പോൾ ഒരാളെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അതിന് ഒരു മുഖവില കൊടുക്കണം എന്ന് മാത്രമല്ല, ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എത്ര രൂപ ഇവർ വാങ്ങിക്കും, കല്യാണം ശരിയായി കഴിഞ്ഞാൽ എത്ര രൂപയാണ്, ഒരു വഴക്കോ ബഹളോ ഒന്നും ഉണ്ടാവരുത്. നിങ്ങൾക്ക് സ്വീകാര്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻ വെച്ചാൽ മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ അവിടെ അപ്പോൾ തന്നെ അത് ഡ്രോപ്പ് ചെയ്യുക. അങ്ങനെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പ്രൊഫൈലുകൾ കിട്ടിത്തുടങ്ങാം. ഈ പ്രൊഫൈലുകൾ കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ കാട്ടുക, ഫോട്ടോ കിട്ടിക്കഴിഞ്ഞാൽ ഫോട്ടോ കാട്ടുക, അവർ ഓക്കെ പറയുകയാണെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അത് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ജാതകം നിർബന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും ഹോറോസ്കോപ്പ് മാച്ചിങ് നോക്കണം. ഹോറോസ്കോപ്പ് മാച്ചിങ് ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോവുക. ഏതെങ്കിലും ഒരുത്തൻ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ നോ എന്ന് പറഞ്ഞിട്ട് അയ്യോ അത് പറ്റില്ല എന്ന് പറയാനുള്ള ഏർപ്പാട് ഉണ്ടാക്കണ്ട. 3, 4, 5 ജ്യോത്സ്യൻ്റെ അടുത്ത് പോയിക്കോളൂ. 5 പേരും നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ട. ഏതെങ്കിലും ഒരുത്തൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ഇതെല്ലാം ഒരു വിശ്വാസമാണെന്നുള്ളത് മനസ്സിലാക്കണം. അത് വിശ്വാസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അപ്പോൾ ജാതകവും ഓക്കെ ആയി കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. വീട്, എഡ്യൂക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഒക്കെ ഓക്കെയാണ്. ഹൈറ്റ്, വെയിറ്റ്, നമ്മളുടെ ഏകദേശം റിക്വയർമെൻറ്റ്സ് ഒക്കെ മീറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുട്ടികളുടെ വീട്ടുകാരുകൾ തമ്മിൽ ആദ്യം പറയുന്ന കാര്യം നമുക്ക് പെണ്ണ് കാണൽ ചടങ്ങ് നടത്താം എന്ന് പറയും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യം തന്നെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തുകയും ചെയ്യരുത്. കൃത്യമായിട്ട് ആ കുട്ടിയുമായി കുറച്ച് ദിവസമെങ്കിലും ഒരു ഫോണിൽ കൂടെ വാട്സപ്പ് ചാറ്റ് അല്ലെങ്കിൽ ഫോണിൽ കൂടെയൊക്കെ സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് നല്ല ഒരു കംഫർട്ട് സോണിലേക്ക് എത്തുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണാം. വീട്ടിൽ നിന്ന് പുറത്ത് വെച്ച് തീർച്ചയായിട്ടും കാണണം. പുറത്ത് വെച്ച് കണ്ട് ഇവരുടെ ബോഡി ലാംഗ്വേജ്, വർത്തമാനം, രീതികൾ, എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ
ഫർദർ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഒരു പെണ്ണ് കാണൽ ചടങ്ങിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. എന്നിട്ട് പെണ്ണ് കാണൽ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ്, ഞാൻ ഇപ്പോഴും പറയാം, ഈ പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയാവുന്നത്ര നോ എന്ന് പറയാത്തൊരു കണ്ടീഷനിലേക്ക് ആക്കണം. കാരണം ഈ പെൺകുട്ടി ഇവർ നേരത്തെ വെച്ച് കാണണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിൽ വെച്ച് കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടായിരിക്കും ഈ രണ്ടുപേരും വഴങ്ങുന്നത്. അപ്പോൾ ഒരിക്കലും അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പെണ്ണ് കാണാൻ പോകാനോ അല്ലെങ്കിൽ പെണ്ണ് കാണാനോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് പുറത്ത് വെച്ച് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മമാർ തമ്മിൽ നന്നായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒന്ന് ഉള്ളിൽ വെച്ച് വേറൊന്ന് പുറത്തേക്ക് പറയാതിരിക്കുക. എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കുന്നതിൻ്റെ മുന്നേ തന്നെ പറയുക കഴിക്കുന്നുണ്ട്. അമിതമായ ലോണുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയുക, ചോദിക്കാനുള്ള ഇടവരണ്ട. എനിക്ക് ഇത്ര ലോണുണ്ട്, ഇത്ര EMI ആണ് ഞാൻ അടയ്ക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ നാളേക്ക് ഇതെല്ലാം വഴക്കായി മാറും. ഈ വഴക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ കാലമല്ല ഇപ്പോഴത്തെ, ഉടനടി ഡിവേഴ്സിലോട്ടാണ് പോകുന്നത്. അതും വളരെ തമാശ രൂപത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബ കോടതി അഡ്വക്കേറ്റുമാർക്കൊന്നും നിൽക്കാനും ഇരിക്കാനും സമയമില്ല, അത്ര തിരക്കാണ്. എന്താ കാരണം? ഈ കമ്മ്യൂണിക്കേഷൻ്റെ അഭാവം. നന്നായിട്ട് സംസാരിക്കുന്നില്ല, ഒന്ന് ഉള്ളിൽ വയ്ക്കും, വേറൊന്ന് പുറത്ത് പറയും. അങ്ങനെ ആവരുത്. അപ്പോൾ എല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് റിട്ടയർഡ് ലൈഫ് സ്വസ്ഥമായിട്ടിരിക്കാം, ടെൻഷനില്ലാതെ. ആൺകുട്ടിക്കും അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ കുട്ടികൾക്ക്, ദമ്പതിമാർക്ക് ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.